നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് ഒന്ന് പോയി വരാം. കോഴിക്കോട് ഇപ്പോൾ ചേവായൂരിലെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നില്ല, ഭാഗികമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഓട്ടോറിക്ഷ തടയുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നുള്ള വിഷ്വൽസാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമുക്കിപ്പം AK അഭിലാഷ് ചേരുന്നുണ്ട് തത്സമയം. AK അഭിലാഷ്, അവിടെ ഹർത്താൽ ഭാഗികമായിരുന്നു, പൂർണ്ണമായിരുന്നില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലിൽ സഹകരിച്ചിരുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പലതും ഓടിയിരുന്നു. KSRTC സർവീസ് നടത്തിയിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ ആ ഹർത്താൽ പരാജയപ്പെടുമെന്ന് കണ്ടാണോ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നത്? എന്താണ് ദൃശ്യങ്ങളിൽ കാണുന്നത്? AK അഭിലാഷ്. ഡോക്ടർ അരുൺ, യാതൊരു ചലനവും ഉണ്ടാക്കാതെയായിരുന്നു ഹർത്താലിന്റെ ആദ്യ മണിക്കൂറുകൾ മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്നു. KSRTC രാവിലെ തന്നെ പതിവ് സർവീസുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പാളയം ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് മാവൂർ റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡിലും അവർ പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ സർവീസ് നടത്തിയ വാഹനങ്ങൾ, ബസ്സടക്കമുള്ള വാഹനങ്ങൾ തടയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ KSRTC ബസ്സടക്കം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. നിറയെ യാത്രക്കാർ ആ വാഹനത്തിലുണ്ടായിരുന്നു. യാതൊരു തരത്തിലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിരിക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് പോലീസിനെതിരെ തന്നെയാണ്. കാരണം ഇന്നലെ നിഷ്ക്രിയമായി നിന്ന പോലീസ് ഇന്നെന്തുകൊണ്ട് തങ്ങളെ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ബസ് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നേരത്തെ എടുത്തിരുന്ന സർവീസ് ആരംഭിക്കാൻ വെച്ചിരുന്ന ബസ്സുകളടക്കം ഇപ്പോൾ തടയുകയും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിലേക്ക് തിരികെ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വൻ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. KSRTC ബസ്സെങ്കിലും സർവീസ് നടത്താൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തടക്കം ഉണ്ടാവുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ ഇവർ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നീക്കം കൂടി നടത്തുന്നു. അവർ ഇതാ ഇപ്പോൾ കുത്തിയിരുന്ന് ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്ത് തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. വാഹനത്തിലെ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് എടുക്കാവുന്നതാണ് അഭിലാഷ്. തീർച്ചയായിട്ടും നമുക്ക് ആ വാഹനം KSRTC ബസ് കുറെ കൂടി അല്പം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. നിറയെ ബസ്സുകൾ, അതായത് ഈ സർവീസ് നടത്താൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളാണ് ഈ ബസ്സുകളൊക്കെ. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബസ് സർവീസിനായി ബസ് സർവീസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. കാരണം പല ആവശ്യങ്ങളും, അതായത് വിവാഹം അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അവർ ബസ് സർവീസിനെ ആശ്രയിക്കുന്നത്. അതായത് രാവിലെ മുതൽ ബസ് സർവീസ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ യാത്രക്കാർ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഏതായാലും വൃദ്ധരടക്കമുള്ള ആളുകളുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്? ബസ് സർവീസ് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യും? എന്തായാലും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകാൻ വലിയ പ്രയാസം തന്നെയാണ്. ഹർത്താൽ അറിയില്ലായിരുന്നോ? ഇല്ലല്ല, ഹർത്താൽ അറിയില്ല. എവിടേക്ക് വന്നതായിരുന്നു? ഇവിടെ ടൗണിലേക്ക് വന്നതാണ്. ഇന്ന് രാവിലെ വന്നതാണ്? രാവിലെ വന്ന ബസ്സിൽ തന്നെ വന്നതാണ്. കുറ്റ്യാടി. ഇന്ന് രാവിലെ വന്നതാണോ? ഇന്ന് രാവിലെ മലപ്പുറത്ത് വന്ന. ഈ ഹർത്താലുള്ളത് അറിയില്ലായിരുന്നോ? അറിയും. ഇങ്ങോട്ടും KSRTC സാധാരണ ഓടലുണ്ട്. കുറ്റ്യാടി. അരുൺ, ഇത് കുറ്റ്യാടിക്കുള്ള ബസ്സാണ്. നിറയെ യാത്രക്കാർ ഈ ബസ്സിലുണ്ട്. കാരണം സ്ത്രീകളടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ പ്രായമുള്ള ആളുകളടക്കം മലപ്പുറത്ത് നിന്നും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. പലരും ഹർത്താലാണ് എന്ന് അറിയില്ലായിരുന്നു. മറ്റു ജില്ലകൾ ഹർത്താലാണെങ്കിൽ പോലും ഇന്ന് രാവിലെ ബസ് സർവീസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കുറ്റ്യാടിയിൽ നിന്ന് ഇവിടെ വന്ന് തിരികെ പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബസ് തടഞ്ഞിട്ടിരിക്കുന്നത്. ഏതായാലും നിറയെ യാത്രക്കാരുമായുള്ള ബസ് KSRTC ബസ് അടക്കം ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളും ഇതിൽ പ്രധാനമായും പോലീസ് ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ സമരക്കാരെ തടയുന്നത്. അതോടൊപ്പം തന്നെ ബസ് സർവീസ് നടത്താൻ അനുവദിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിനോട് അവർ പറയുന്നത്, ഇന്നലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കള്ളവോട്ട് നടക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിഷ്ക്രിയരായി നോക്കി നിന്നു, ഇപ്പോഴെന്തുകൊണ്ട് ഞങ്ങളെ തടയാൻ വരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പോലീസിനോട് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ സംയമനം പാലിക്കുന്നു. അതോടൊപ്പം തന്നെ മുകളിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശത്തിനായി അവർ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഫോണിൽ SI അടക്കമുള്ള ആളുകൾ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും അതിനുശേഷം മാത്രമായിരിക്കും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.